മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ കോർപ്പറേഷനിലെ UDF സീറ്റ് വിഭജനത്തിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ്. കോർപ്പറേഷനിലെ വാരം ഡിവിഷൻ മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസുമായി നേരത്തെ ധാരണയുണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ DCC പ്രസിഡന്റും മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷനുമാണ് രേഖാമൂലം ഈ കരാറുണ്ടാക്കിയത്. എന്നാൽ ഈ തീരുമാനം കോൺഗ്രസ് അംഗീകരിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇരു പാർട്ടികളും ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ് മീഡിയ വൺ ലഭിച്ചു. എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ ഉന്നത നേതൃത്വം ഇടപെടണമെന്നൊക്കെ ആവശ്യം പ്രാദേശിക തലത്തിൽ ഉയർന്നിരുന്നതാണ്. കെ സുധാകരനെ പോലെയുള്ള നേതാക്കളൊന്നും അതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഈ വാരം ഡിവിഷൻ ലീഗിന് നൽകാൻ നേരത്തെ ഇരു പാർട്ടികളും തമ്മിൽ ധാരണയായി എന്ന് പറയുന്നുണ്ടോ? നിലവിൽ കോൺഗ്രസ് ആ ധാരണ പാലിക്കാത്തതാണോ പ്രശ്നങ്ങൾക്ക് കാരണം? ജിൽസി സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. അതായത് കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസിനും അതുപോലെ തന്നെ UDFനും ഏറെ പ്രതീക്ഷ ഉള്ള ഒരു കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണ UDFന് വലിയ തരത്തിലുള്ള മേധാവിത്വം നൽകിക്കൊണ്ട് ഭരണത്തിലേറിയ സ്ഥലം. പക്ഷേ ഇത്തവണ അത് സീറ്റ് വിഭജനം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായിട്ട് കോൺഗ്രസിനും അതുപോലെ തന്നെ ലീഗിനും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു വലിയ വിഷയമായി നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഇത് സംബന്ധിച്ച് സമവായ ചർച്ചകൾ ഉൾപ്പെടെ നടന്നു. പക്ഷേ അതിനകത്തൊന്നും ഒരു തീരുമാനം വരുന്നില്ല. ഈ വാരം ഡിവിഷനെ ചൊല്ലി തന്നെയാണ് തർക്കം നിലനിൽക്കുന്നത്. 2020 അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന അന്തരിച്ച സതീശൻ പാച്ചേനിയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ജനാബ് കുഞ്ഞുമുഹമ്മദും തമ്മിൽ അന്നൊരു കരാറുണ്ടാക്കിയിരുന്നു. കരാർ കൃത്യമായിട്ട് DCCയുടെ ലെറ്റർ പേഡിനകത്താണ് ഈ കരാർ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 2025 തെരഞ്ഞെടുപ്പിൽ വാരൻ ഡിവിഷൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് ഡിവിഷനാണ്. അത് മുസ്ലിം ലീഗിന് നൽകാം. പകരം ഒരു ഡിവിഷൻ തിരിച്ച് കോൺഗ്രസിന് നൽകണം, മുസ്ലിം ലീഗ് നൽകണം എന്നുള്ളതാണ് ആ കത്തിനകത്ത് പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഇപ്പോൾ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വാരൻ ഡിവിഷൻ നൽകണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് ഡിവിഷനുകളായിട്ടുള്ള പള്ളിപ്രമോ അതല്ലെങ്കിൽ അതിരകം, ഈ 2 ഡിവിഷനുകൾ ഏതെങ്കിലും ഒന്ന് നൽകണം, അല്ലെങ്കിൽ 2 നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്ന സമവായ ചർച്ചകൾ എങ്ങും എത്താത്തത്. ആദ്യം തന്നെ ഈ ചർച്ചകൾ, സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് 3 ഡിവിഷനുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. വാരം, വെത്തിലപ്പള്ളി, അതുപോലെ തന്നെ ആദികടലായി. ഈ 3 ഡിവിഷനുകളും കോൺഗ്രസിൻ്റെതാണ്. അത് അവർ പ്രധാനമായി പറയുന്നത് ഈ മുസ്ലിം ലീഗിന്റെ ജനസ്വാധീനം, അതോടൊപ്പം തന്നെ 56 ഡിവിഷനുകളായി കണ്ണൂർ കോർപ്പറേഷനിലെ ഡിവിഷനുകളുടെ എണ്ണം കൂടി, അങ്ങനെയൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ 3 ഡിവിഷനുകൾ മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രധാനമായി ഉന്നയിക്കുന്ന വാദം. കഴിഞ്ഞ തവണ 36 ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചതെന്ന് അതിന് നേർപകുതി 18 മാത്രമാണ് മുസ്ലിം ലീഗിന് അനുവദിച്ചിരുന്നത്. ഈ 18 ഡിവിഷനുകൾ 14 കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് വിജയിച്ചു. കോൺഗ്രസിന് 36, 20 ഡിവിഷനുകൾ മാത്രം വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് കൂടുതൽ ഡിവിഷനുകൾ വേണമെന്ന ആവശ്യം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. അവസാന ഘട്ടത്തിൽ ഈ സമവായം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അവസാനം 3-ൽ നിന്ന് ഒരു ഡിവിഷൻ അധികമായി തരണം, അത് 2020 പറഞ്ഞ വാരൻ ഡിവിഷൻ എന്നുള്ള ആവശ്യത്തിലേക്ക് മുസ്ലിം ലീഗ് മാറി. പക്ഷേ അണുകിട വ്യതിചലിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. ഏതായാലും കെ സുധാകരനിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതല KPCC നൽകിയിരിക്കുന്ന കെ സുധാകരനാണ്. കെ സുധാകരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂരിലുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം കണ്ണൂരിലെത്തിയിട്ടുണ്ട്. കെ സുധാകരൻ എത്തുന്നതോടുകൂടി ഇതിനകത്തൊരു സമവായം ഉണ്ടാകും, ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ മുസ്ലിം ലീഗ് നേതൃത്വത്തിലുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത് അത്തരത്തിലാണ്. ആ നീക്കങ്ങളിലേക്കാവും ഇനിയുള്ള ദിവസങ്ങളിൽ കടക്കുക. കാരണം LDF ഉൾപ്പെടെയുള്ളവർ അവരുടെ സീറ്റ് വിഭജന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഏകദേശം എന്തായാലും സുധാകരൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുധാകരൻ ഇടപെട്ടാൽ പ്രശ്നം തീരുമോ, അതോ അതും കടന്നൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്നു.